വീണ്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ഉരുളി വെച്ചതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ബീഫാണ്, അത് ഞാൻ വേവിച്ചിട്ട് അതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബീഫ് വയ്ക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കണേ, സവോളയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും എല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പാഴ്സലി ലീവ്സും കൂടി ഇട്ട് കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ബുള്ളറ്റ് റൈസാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.